ഇന്നത്തെ ധ്യാനം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 19 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. ദൈവിക ദാനങ്ങളെ സന്തോഷത്തോടെ പങ്കിടുക എന്നതാണ് ഇന്നത്തെ ധ്യാന വിഷയം. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഒരു വഴിത്തിരിവിലാണ് നാം ഇന്ന് നിൽക്കുന്നത്. ദൈവവചനം കേൾക്കാനും അവിടുത്തെ സന്നിധിയിൽ ഒന്നിച്ചുകൂടാനും സർവശക്തനായ ദൈവം നമുക്ക് നൽകിയ വലിയൊരു ദാനമാണ് ഈ ദിനം. ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുന്ന തരത്തിൽ വചനത്തോട് നാം പ്രതികരിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം കുറിക്കുവാൻ ഇന്നത്തെ ധ്യാനത്തിന് സാധിക്കും എന്ന് വിശ്വസിക്കുകയാണ്. നമ്മുടെ ഭൂതകാല പരാജയങ്ങളോ പാപങ്ങളോ തെറ്റുകളോ എന്തു തന്നെയായിരുന്നാലും യേശുക്രിസ്തുവിലൂടെ ലഭിക്കുന്ന രക്ഷയിലൂടെ ഒരു പുതിയ സൃഷ്ടിയായി മാറുവാൻ നമുക്ക് സാധിക്കും. ഇന്ന് നാം ധ്യാനിക്കുന്നത് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 19 മുതൽ 31 വരെ ഉള്ള വാക്യങ്ങളിൽ പ്രതിപാദിക്കുന്ന ധനവാന്റെയും ലാസർ എന്ന ദരിദ്രൻ്റെയും പരിചിതമായ ചരിത്രമാണ്. ധനവാൻ ദൈവത്തെയും സഹജീവികളെയും മറന്ന് ജീവിച്ച് ഒടുവിൽ നരകത്തിലും, എന്നാൽ ദൈവത്തിൽ വിശ്വസിച്ച ലാസർ മരണശേഷം സ്വർഗീയമായ പരമാനന്ദത്തിലും എത്തിച്ചേരുന്നു. ഈ ലോകം വിട്ടുപോകുമ്പോൾ മനുഷ്യന് മുമ്പിൽ 2 അനുഭവങ്ങൾ ഉണ്ട് എന്ന വലിയ സത്യം ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ചിലപ്പോൾ ഇതിനെ ഒരു ഉപമയായി കണ്ട് തള്ളിക്കളയാൻ ശ്രമിക്കാറുണ്ട്. എന്നാൽ ഇതിലെ വചനം വളരെ വ്യക്തമാണ്. ഇത് വെറും ഒരു കഥയല്ല, മറിച്ച് മനുഷ്യർ തങ്ങളുടെ പാപങ്ങളിൽ നിന്ന് തിരിഞ്ഞ് വിശുദ്ധമായ ജീവിതം നയിക്കാനുള്ള ശക്തമായ മുന്നറിയിപ്പാണ്. ദൈവം നമുക്ക് നൽകിയ ജീവനും സമ്പത്തും ആയുസ്സുമെല്ലാം സന്തോഷത്തോടെ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്താനും വേണ്ടിയുള്ളതാണ്. ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ക്രിസ്തുവിനോടും ദൈവത്തിൻ്റെ ദാനങ്ങളോടും എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും നമ്മുടെ നിത്യത എവിടെയെന്നത് തീരുമാനിക്കപ്പെടുന്നത്. ഈ വേദഭാഗത്ത് ധാരാളം വ്യത്യാസങ്ങൾ ധനവാനും ലാസറും തമ്മിലുള്ളത് കാണാനായിട്ട് സാധിക്കും. ധനവാന്റെ പേര് പരാമർശിക്കപ്പെട്ടിട്ടില്ല. ലാസർ ദരിദ്രനായ വ്യക്തിയുടെ പേര് പരാമർശിക്കപ്പെട്ടിരുന്നു. ധനവാൻ കഴിഞ്ഞുകൂടുന്ന ജീവിത രീതികളെക്കുറിച്ച് സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട്. ലാസർ കഴിഞ്ഞതായ സാഹചര്യങ്ങളെ വേറൊരു തരത്തിൽ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ വ്യക്തി ജീവിതങ്ങളിൽ നാം ഏത് ഗണത്തിൽപ്പെടുന്നു എന്നുള്ളത് തിരിച്ചറിയാനും അതിലൂടെ ദൈവികമായ രൂപാന്തരം പ്രാപിക്കുവാനും ഇന്നത്തെ ധ്യാനം സഹായകരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒന്നാമത്തെ ചിന്ത, ദൈവീക ദാനങ്ങൾ സന്തോഷത്തോടെ പങ്കുവയ്ക്കുന്നതിലെ മുൻഗണനകൾ. പ്രയോറിറ്റീസ് ഇൻ ഷെയറിംഗ് ഗോഡ്സ് ഗിഫ്റ്റ്സ് വിത്ത് ജോയ്. ഇവിടെ 2 വ്യക്തികളെ കാണാം. ദൈവത്തിൻ്റെ ദാനങ്ങൾ പങ്കുവയ്ക്കാതെ സ്വാർത്ഥനായി ജീവിച്ച ധനവാൻ. ദൈവം നൽകിയ സമൃദ്ധി മുഴുവൻ സ്വന്തം സുഖഭോഗങ്ങൾക്കായി മാത്രം മാറ്റിവെച്ച ഒരു മനുഷ്യനെയാണ് ഇവിടെ നാം കാണുന്നത്. അവൻ ആഡംബര വസ്ത്രങ്ങൾ ധരിച്ചും ദിവസേന വിഭവ സമൃദ്ധമായി ഭക്ഷിച്ചും ജീവിച്ചു. എന്നാൽ തൻ്റെ പടിവാതിൽക്കൽ കിടന്ന പാവപ്പെട്ട ലാസറിനെ കാണാനോ അവന് ഒരു കൈത്താങ്ങാകാനോ അവൻ തയ്യാറായില്ല. ദൈവം അവന് നൽകിയ വലിയ ദാനങ്ങൾ സന്തോഷത്തോടെ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ അവൻ വിസമ്മതിച്ചു. അവൻ ജീവിച്ചത് പൂർണ്ണമായും തനിക്ക് വേണ്ടി മാത്രമായിരുന്നു. സമ്പത്തോ ഭൗതിക സൗകര്യങ്ങളോ ഉള്ളത് ഒരു പാപമല്ല. എന്നാൽ ദൈവം നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങളെ അവിടുത്തെ മഹത്വത്തിനായും സഹജീവികളുടെ നന്മയ്ക്കായും ഉപയോഗിക്കാതെ സ്വാർത്ഥതയോടെ ജീവിക്കുന്നത് വലിയൊരു നാശത്തിലേക്കാണ് വഴി തുറക്കുന്നത്. ഈ ധനവാൻ ദൈവത്തെയോ ദൈവവചനത്തെയോ ഭയപ്പെട്ടിരുന്നില്ല എന്നതാണ് അതിൻ്റെ സാരം. വചനത്തിൽ വിശ്വസിച്ചിരുന്നെങ്കിൽ അവൻ തീർച്ചയായും ലാസറിനോട് കരുണ കാണിക്കുമായിരുന്നു. ഭൗതികമായ കാര്യങ്ങളിൽ മാത്രം ആശ്രയം വെച്ചുള്ള അവൻ്റെ ജീവിതം ആധ്യാത്മികമായി തികച്ചും ശൂന്യമായിരുന്നു. ഈ ലോകത്തിലെ താൽക്കാലിക സന്തോഷങ്ങളിൽ മാത്രം മുഴുകി ജീവിക്കുന്നവർ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒന്ന് മാത്രമാണ്: ദൈവമില്ലാത്ത സമൃദ്ധി ഒടുവിൽ നിത്യമായ നഷ്ടത്തിലേക്കാണ് നയിക്കുന്നത്. ദൈവമില്ലാത്ത സമൃദ്ധി ഒടുവിൽ നിത്യമായ നഷ്ടത്തിലേക്കാണ് നയിക്കുന്നത്. ദൈവം നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി മാറുമ്പോഴാണ് ദൈവത്തിൻ്റെ ദാനത്തെക്കുറിച്ചുള്ള യഥാർത്ഥമായ സന്തോഷം നാം അനുഭവിക്കുന്നത്. അത് ചെയ്യാതിരുന്ന ധനവാന്റെ ജീവിതം ഭൂമിയിൽ നല്ലതായിരുന്നുവെങ്കിലും ആധ്യാത്മികമായി അവൻ പൂർണ്ണമായി പരാജയമായിരുന്നു. രണ്ടാമത്തെ വ്യക്തി കഷ്ടതകൾക്കിടയിലും ദൈവത്തിൽ സന്തോഷം കണ്ടെത്തിയതായ ലാസറായിരുന്നു. ധനവാന്റെ സമൃദ്ധിക്ക് നേരെ വിപരീതമായി ലാസർ നിത്യേന കഷ്ടതകൾ അനുഭവിച്ചു. അവന് ഭൗതിക സമ്പത്തോ രോഗങ്ങൾ മാറ്റാനുള്ള ചികിത്സയോ വിശപ്പടക്കാൻ ആഹാരമോ ഉണ്ടായിരുന്നില്ല.
ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്ന കഷ്ണങ്ങൾ കൊണ്ട് വിശപ്പടക്കാൻ അവൻ ആഗ്രഹിച്ചു. മനുഷ്യരാരും അവനെ സഹായിച്ചില്ലെങ്കിലും അവൻ്റെ മുറിവുകൾ വന്ന് നക്കിയതായ നായ്ക്കൾ മാത്രമായിരുന്നു അവൻ്റെ കൂട്ടുകാർ. എങ്കിലും ഈ ലോകം തൻ്റെ സ്ഥിരമായ വീടല്ലെന്ന തിരിച്ചറിവാണ് അവൻ്റെ കഷ്ടത നിറഞ്ഞ ജീവിതത്തെ പ്രത്യാശയുള്ളതാക്കി മാറ്റിയത്. ഈ ലോകം തൻ്റെ സ്ഥിരമായ വീടല്ലെന്ന തിരിച്ചറിവാണ് അവൻ്റെ കഷ്ടത നിറഞ്ഞ ജീവിതത്തെ പ്രത്യാശയുള്ളതാക്കി മാറ്റിയത്. ലാസർ ഇവിടെ യഥാർത്ഥ ദൈവവിശ്വാസിയുടെ പ്രതീകമാണ്. ഈ ലോകത്തിൽ പാപപങ്കിലമായ സുഖങ്ങളോട് വിട്ടുനിന്ന് കഷ്ടതകൾക്കിടയിലും ദൈവത്തിൽ മാത്രം ആശ്രയിക്കുന്നവരാണ് വിശ്വാസികൾ. ദൈവത്തിൽ നിന്നുള്ള നിത്യജീവൻ എന്ന ഏറ്റവും വലിയ ദാനം അവനുള്ളിൽ പേറിയിരുന്നു. പുറമെ രോഗിയും ദരിദ്രനുമായിരുന്നുവെങ്കിലും ഉള്ളിൽ ദൈവത്തിൻ്റെ കൃപയുള്ളതുകൊണ്ട് അവൻ ധന്യനായിരുന്നു. ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച ഒരു വ്യക്തിയുടെ മുൻഗണനകൾ, പ്രയോറിറ്റീസ് തികച്ചും വ്യത്യസ്തമായിരിക്കും. ലോകം തരുന്ന താൽക്കാലിക സന്തോഷങ്ങളല്ല, മറിച്ച് ദൈവരാജ്യത്തിൻ്റെ നിത്യമായ സന്തോഷമാണ് അവർ ലക്ഷ്യം വയ്ക്കുന്നത്. കഷ്ടതകളുടെ മധ്യത്തിലും ദൈവവചനത്തിന് സത്യം മുറുകെ പിടിച്ച് ജീവിക്കുമ്പോൾ നാം ഒരു പുതിയ സൃഷ്ടിയായി മാറുകയും ലോകത്തിന് ക്രിസ്തുവിൻ്റെ സ്നേഹം പങ്കുവയ്ക്കുവാൻ പ്രാപ്തരാവുകയും ചെയ്യും. 2. ദൈവിക ദാനങ്ങൾ പങ്കുവച്ചവരുടെയും നിരസിച്ചവരുടെയും അന്തിമ യാത്ര. ഇത് ഇറ്റേണൽ ജേർണി ഓഫ് ഷെയറിംഗ് വേഴ്സസ് ഹോർഡിംഗ് ഗോഡ്സ് ഗിഫ്റ്റ്സ്. ദൈവമില്ലാത്തവൻ്റെ മരണം ധനവാന്റെ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്നു. ഭൂമിയിലെ സുഖലോലുപതയ്ക്ക് ഒടുവിൽ ധനവാന്റെ ആയുസ് അവസാനിച്ചു. മരണം അവനെ തേടിയെത്തിയപ്പോൾ അവൻ്റെ പണമോ കൂട്ടുകാരോ കുടുംബമോ അവനോടൊപ്പമുണ്ടായിരുന്നില്ല. അവൻ സമ്പാദിച്ചതൊന്നും അവന് കൂടെ കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. അവൻ മരിച്ചു അടക്കപ്പെട്ടു. ഒരുപക്ഷെ അവൻ്റെ മരണശേഷം കുടുംബാംഗങ്ങൾ അവൻ ബാക്കി വെച്ച സ്വത്തുക്കൾക്കായി വഴക്കിട്ട് തുടങ്ങിയിരിക്കാം. ദൈവമില്ലാത്ത ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ ഒടുക്കം തികച്ചും ദയനീയമായിരിക്കും. ദൈവമില്ലാതെ ജീവിക്കുന്നത്ര വലിയ അപകടമാണെന്ന് ധനവാന്റെ മരണത്തിൻ്റെ ഈ നിമിഷം നമ്മെ പഠിപ്പിക്കുകയാണ്. യാതൊരു പ്രത്യാശയോ ദൈവകൃപയോ ഇല്ലാതെ തികച്ചും ഏകാന്തമായി മരണത്തിലേക്ക് നടന്നു നീങ്ങേണ്ടി വരുന്നത് എത്ര ഭയാനകമാണ്. യേശു ക്രിസ്തുവിനെ നിരസിച്ച് മരിക്കുന്ന ഒരു മനുഷ്യൻ തികച്ചും ഒറ്റപ്പെട്ടവനായി ദൈവത്തിൻ്റെ നീതിയുള്ള ന്യായവിധിയെ നേരിടേണ്ടി വരുന്നു. ദൈവം നമുക്ക് നൽകിയ ആയുസ് എന്ന ദാനം അവിടുത്തെ സ്നേഹത്തിൽ പങ്കുചേരാതെ കളഞ്ഞു കുളിക്കുന്നവർക്ക് മരണ സമയം വലിയൊരു നടുക്കത്തിൻ്റെ സമയമായിരിക്കും. ഭൂമിയിൽ വെച്ച് ദൈവത്തിൻ്റെ ദാനമായ രക്ഷയെ സന്തോഷത്തോടെ സ്വീകരിക്കാത്തവർക്ക് മരണത്തിൻ്റെ താഴ്വരയിൽ ആശ്വാസം നൽകുവാൻ ആരും ഉണ്ടാവുകയില്ല. മാലാഖമാരാൽ നയിക്കപ്പെട്ട വിശുദ്ധൻ്റെ മരണം ഇവിടെ മാതൃകയാവുകയാണ്. ലാസർ മരിച്ചപ്പോൾ വലിയൊരു വ്യത്യാസമുണ്ടായി. അവനെ മാലാഖമാർ വന്ന് അബ്രഹാമിൻ്റെ മടിയിലേക്ക്, പാരഡൈസിലേക്ക് കൊണ്ടുപോയി എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഭൂമിയിൽ അവനെ പരിചരിക്കാൻ ആരുമില്ലായിരുന്നെങ്കിലും ദൈവത്തിന് അവനെക്കുറിച്ച് വലിയ കരുതലുണ്ടായിരുന്നു. അവൻ മരിച്ചത് ഒറ്റയ്ക്കല്ല, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലായിരുന്നു. അവൻ്റെ കഷ്ടതകളെല്ലാം അവസാനിക്കുകയും അവൻ നിത്യമായ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. ഒരു ദൈവപൈതലിൻ്റെ മരണം ഒരിക്കലും ഏകാന്തമല്ല. ഈ ലോകത്തിലെ പ്രിയപ്പെട്ടവരിൽ നിന്ന് താൽക്കാലികമായി വേർപിരിയേണ്ടി വന്നാലും അവനെ വീണ്ടെടുത്ത രക്ഷകൻ്റെ സന്നിധിയിലേക്കാണ് അവൻ യാത്രയാകുന്നത്. സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ യഹോവയുടെ ഭക്തന്മാരുടെ മരണം അവിടുത്തെ ദൃഷ്ടിയിൽ വിലയേറിയതാകുന്നു. ഈ ലോകത്തിൽ നാം ക്രിസ്തുവിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ ദാനങ്ങൾ സന്തോഷത്തോടെ മറ്റുള്ളവരുമായി പങ്കുവെച്ച് ജീവിച്ചാൽ നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനത്തിൽ നാം ഭയപ്പെടേണ്ടി വരികയില്ല. കാരണം നമ്മുടെ മരണത്തിൽ നമുക്ക് നിത്യതയിലേക്കുള്ള കർത്താവിൻ്റെ സന്നിധിയിലേക്കുള്ള ഒരു വാതിൽ മാത്രമായി ഈ മരണം മാറുകയും ചെയ്യും. ഈ വേദഭാഗം നമ്മളെ ശക്തമായിട്ട് ചലഞ്ച് ചെയ്യുകയാണ്. ധനവാന്റെയും ലാസറിൻ്റെയും ജീവിതത്തിൻ്റെ അവസാനങ്ങൾ നമ്മുടെ ജീവിതത്തെ ഒന്ന് വിലയിരുത്തുവാനായിട്ട് ഇത് സഹായകരമായി തീരണം. 3. ദൈവീക ദാനങ്ങൾ സന്തോഷത്തോടെ സ്വീകരിച്ചവൻ്റെ നിത്യസന്തോഷവും നിരസിച്ചവൻ്റെ നഷ്ടവും. ദ ജോയ് ഓഫ് സെലിബ്രേറ്റിംഗ് ഗോഡ്സ് ഗിഫ്റ്റ്സ് വേഴ്സ് ദ ട്രാജഡി ഓഫ് റിജക്റ്റിംഗ് ദം. ദൈവത്തിൻ്റെ കൃപ നിരസിച്ചവൻ്റെ നിത്യമായ വേദന വലിയ വേദനയാണ്. മരണശേഷം ധനവാൻ ചെന്നെത്തിയത് നരകത്തിലാണ് എന്നാണ് വചനം വ്യക്തമാക്കുന്നത്. അത് വിവരിക്കാനാവാകാത്ത ഭയാനകമായ വേദനയുടെ സ്ഥലമാണ് എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ധനവാൻ അവിടെ വലിയ പീഡ അനുഭവിക്കുകയും തനിക്ക് ഒരിറ്റ് വെള്ളം തന്ന നാവ് തണിപ്പിക്കുവാൻ ലാസറിനെ അയക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു. എന്നാൽ അവിടെ ദൈവത്തിൻ്റെ കരുണയോ ദയയോ
ധനവാന്റെ മേൽ ലവലേശം ഉണ്ടായിരുന്നില്ല. നരകമെന്നത് കേവലം ഒരു പ്രതീകാത്മകമായ കഥയല്ല, മറിച്ച് ദൈവത്തിൻ്റെ കോപവും ന്യായവിധിയും വെളിപ്പെടുന്ന യഥാർത്ഥ സ്ഥലമാണ്. ദൈവത്തിൻ്റെ ദാനമായ രക്ഷയെ തള്ളിക്കളഞ്ഞതിൻ്റെ ഓർമ്മകളും പശ്ചാത്താപവും അവിടെ ധനവാനെ വേട്ടയാടിക്കൊണ്ടിരുന്നു. തൻ്റെ ഭൂമിയിലുള്ള സഹോദരന്മാരെയെങ്കിലും ഈ വചനസത്യങ്ങൾ അറിയിക്കണമെന്നും അവരെങ്കിലും ദൈവത്തിൻ്റെ വഴിയിലേക്ക് വരണമെന്നും അവൻ ആഗ്രഹിച്ചു. എന്നാൽ നിത്യതയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ യാതൊരു മാറ്റവും വരുത്തുവാൻ സാധ്യമല്ല. ദൈവം നമുക്ക് നൽകിയ രക്ഷയുടെ സുവിശേഷം നാം ആരോഗ്യത്തോടിരിക്കുമ്പോൾ, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നാം സ്വീകരിക്കണം. ദൈവത്തിൻ്റെ സ്നേഹം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാതെ ദൈവത്തിൻ്റെ ദാനങ്ങളെ നിരസിക്കുന്നവർക്ക് കാത്തിരിക്കുന്നത് ദൈവത്തിൽ നിന്നുള്ള നിത്യമായ വേർപാടാണ്. അതുകൊണ്ട് നാം ജാഗ്രതയുള്ളവരായി ഈ ദൈവികമായ നിത്യതയുടെ അനുഭവത്തെ സ്വീകരിക്കണം. ദൈവകൃപയിൽ വിശ്വസിച്ചവൻ്റെ നിത്യമായ സമാധാനം എന്താണ്? ധനവാൻ നരകത്തിൽ കഠിനവേദന അനുഭവിച്ചപ്പോൾ ലാസർ വലിയ ആശ്വാസത്തിലും സമാധാനത്തിലുമായിരുന്നു. അവൻ്റെ ഭൂമിയിലെ എല്ലാ രോഗങ്ങളും കഷ്ടതകളും ഭാരങ്ങളും എന്നേക്കുമായി അവസാനിച്ചു. അവൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണ സന്തോഷം അനുഭവിച്ചു. നരകം എത്രത്തോളം ഭയാനകമാണോ അത്രത്തോളം മനോഹരവും അനുഗ്രഹീതവുമാണ് രക്ഷിക്കപ്പെട്ടവർക്കായി, വിടുതൽ ദൈവിക കൃപകൾ പ്രാപിച്ചവർക്കായി ദൈവം ഒരുക്കിയിരിക്കുന്ന സ്വർഗം. അവിടെ കണ്ണുനീരോ വേദനയോ മരണമോ ദുഃഖമോ ഇല്ല. ദൈവത്തിൻ്റെ തേജസ് മാത്രം വിളങ്ങുന്ന വിശുദ്ധരും മാലാഖമാരും ദൈവത്തെ നിരന്തരം സ്തുതിക്കുന്ന മനോഹരമായ ഒരു നഗരമായി ഈ സ്വർഗം നമുക്ക് തീരുകയാണ്. യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചവർക്കായി ഒരുക്കിയിട്ടുള്ള നിത്യമായ ഭവനത്തിൻ്റെ അനുഭവമാണിത്. ദൈവത്തിൻ്റെ ദാനമായ രക്ഷയെ സന്തോഷത്തോടെ സ്വീകരിച്ച് നാം ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ ഈ ലോകത്തിൽ ക്രിസ്തുവിനായി നിത്യമായ സമാധാനം നേടുവാൻ നാം തയ്യാറാകണം. ഈ സമാധാനം നമുക്ക് അവകാശപ്പെട്ടതാണ്. ഭൂമിയിലെ താൽക്കാലിക കഷ്ടതകൾ നിത്യമായ മഹിമയോട് താരതമ്യം ചെയ്യാൻ പോലും യോഗ്യമല്ല. അതുകൊണ്ട് ഈ ലോകത്തിലെ അനുഭവങ്ങൾ മാറി ദൈവികമായ അനുഭവങ്ങൾ പ്രാപിപ്പാനായിട്ട് ഈ വേദഭാഗം നമ്മെ ശക്തമായി ആഹ്വാനം ചെയ്യുകയാണ്. ഈ രണ്ട് മനുഷ്യരുടെയും ജീവിതങ്ങളും അവരുടെ നിത്യതയും തമ്മിൽ എത്ര വലിയ വ്യത്യാസമാണുള്ളത്. ഇന്ന് വചനം കേൾക്കുന്ന നമ്മുടെ മധ്യത്തിലും ഈ രണ്ട് കൂട്ടരുമുണ്ട്. ദൈവിക ദാനങ്ങളെ മറന്ന് തനിക്കായി മാത്രം ജീവിച്ച് നരകത്തിലേക്ക് പോകുന്ന ധനവാന്റെ സ്വഭാവമുള്ളവരും, കഷ്ടതകൾക്കിടയിലും ദൈവത്തിൽ സന്തോഷം കണ്ടെത്തി സ്വർഗീയമായ അനുഭവത്തിലേക്ക് യാത്ര ചെയ്യുന്ന ലാസറിനെ പോലെയുള്ളവരും. നാം ഏത് വിഭാഗത്തിലാണ് ഉൾപ്പെടുക? നമ്മളെ തന്നെ ഒന്ന് വിലയിരുത്തുക. ഇതൊരു കഥയല്ല, നമ്മുടെ നിത്യതയെ ബാധിക്കുന്ന വലിയൊരു യാഥാർത്ഥ്യമാണ്. നമ്മൾ യേശുക്രിസ്തുവിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അതിനെ ആശ്രയിച്ചാണ് നമ്മുടെ നിത്യത. നമ്മുടെ യേശു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റു. അവിടുത്തെ വലിയ രക്ഷ, ആ വലിയ ദാനം സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ നാം തയ്യാറാണെങ്കിൽ നമ്മുടെ ജീവിതം ധന്യമാകും. നാം സമർപ്പിക്കപ്പെട്ട കർത്താവിന് വേണ്ടി നമ്മുടെ ജീവിതം സമർപ്പിച്ച ഒരു ദൈവപൈതലാണെങ്കിൽ ദൈവം നമുക്ക് നൽകിയ വലിയ രക്ഷയുടെ സന്തോഷം നമ്മളിൽ മാത്രം ഒതുക്കി നിർത്തരുത്. അത് നമ്മുടെ കുടുംബത്തോടും കൂട്ടുകാരോടും നാം ആയിരിക്കുന്ന സാഹചര്യങ്ങളിലും പങ്കുവയ്ക്കുക. നാം ധാരാളമായി പ്രാർത്ഥിക്കുക. സമയം വളരെ വേഗത്തിൽ കടന്നു പോകും. ദൈവം തന്ന ദാനങ്ങൾക്ക് സന്തോഷത്തോടെ മറ്റുള്ളവരുമായി പങ്കുവച്ച് അനേകരെ ക്രിസ്തുവിലേക്ക് നയിക്കുവാൻ നമ്മളെ തന്നെ സമർപ്പിക്കാം. അതിന് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.